സിംഗിങ് കരിയറിലോട്ട് വന്നിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായല്ലോ. ലൈക്ക് എങ്ങനെയായിരുന്നു ഈ പാട്ടിലേക്കുള്ള ഒരു? അല്ല, ഞാൻ കുഞ്ഞിലെ മുതല് ഒരു 9th പഠിക്കുന്ന മുതല് പ്രൊഫഷണൽ ഷോസ് ചെയ്തു തുടങ്ങിയത്. നാദർശിക്കയുടെ ഷോസിലാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. നമ്മള് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഇക്കയുടെ ഷോസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പാടി തുടങ്ങിയത്. പിന്നെ മണിച്ചേട്ടന്റെ ഷോസ്, നാദർശിക്ക മണിച്ചേട്ടനായിരുന്നു ആദ്യത്തെ. മണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പാടാൻ പറ്റുന്ന ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഭാഗ്യ. ആദ്യം ഇവർ ഒന്നിച്ചായിരുന്നല്ലോ. അതെ, മണിനാഥം ആയിരുന്നു ഫസ്റ്റ്. അതിലായിരുന്നു നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ അവർ രണ്ട് ഷോ, മണികിലുക്കം വേറെ നാദർ ഷോ വേറെ, അങ്ങനെ. അപ്പൊ അതിലും ആർട്ടിസ്റ്റുകളെല്ലാം ഒന്നായിരിക്കും. ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകും, അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും. ഇത് തന്നെയായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം മണിച്ചേട്ടന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറയാം, മണിച്ചേട്ടനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ സ്റ്റേജിലുള്ളതൊക്കെ തന്നെ ആയിരിക്കും. മണിച്ചേട്ടൻ എല്ലാവരോടും മീൻസ് നമ്മൾ ഒന്നിച്ച് പാടുമ്പോ പിന്നെ സ്റ്റേജിൽ പുള്ളി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പുള്ളി ഇങ്ങനെ ഇറങ്ങി, എന്റെ ഓർമ്മയിലൊക്കെ മണിച്ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ തള്ള. മണിച്ചേട്ടൻ അടുത്തേക്ക് ഒരാൾക്ക് വരാൻ പറ്റില്ല. പുള്ളി ഭയങ്കര സൈസാണല്ലോ. പുള്ളി ഇങ്ങനെ ആളുകൾ വരണമെന്ന് പുള്ളി ഇങ്ങനെ തള്ളും. അപ്പൊ അടുത്തേക്ക് വരാൻ പറ്റില്ല. അതിങ്ങനെ ഒരു നമ്മൾ നോക്കുമ്പോ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഒരാൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. പക്ഷെ ഇത്രയും ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു വ്യക്തിയും കൂടെയാണ്. അതാ, അത് രസമാണ്. പുള്ളിയുടെ ഒരു പോക്കുണ്ട് ഇങ്ങനെ ഇങ്ങനെ. അതായത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടേ പോകുള്ളൂ. വളരെ സേഫ് ആയിട്ട് പോകും വരും. മണിച്ചേട്ടനെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം, പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൈരളിയായിട്ട് വളരെ അടുത്ത് അസോസിയേറ്റ് ചെയ്തതാണ് മണിച്ചേട്ടൻ. കൈരളിയിലെ ആൾക്കാരെല്ലാം നമ്മൾ ഷൂട്ടിന് പോകുന്ന ദിവസം പറയും, ഇന്നലെ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഗ്രൂ എല്ലാം വന്നതേ ഉള്ളൂ എന്ന് പറയും. ഇപ്പൊ കൈരളിയുടെ ഒരാളായിരുന്നു മണിച്ചേട്ടൻ. കൈരളിയുടെ സ്വന്തം ആളാണ്. മാത്രമല്ല പുള്ളിക്കുള്ള ഒരു ഓറ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. പുള്ളിയുടെ എല്ലാ സ്റ്റേജസും കൈരളിയുടെ ക്യാമറാമാനും ക്രൂവും ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ സ്റ്റേജസും, ചേട്ടന്റെ പീക്ക് ടൈമും അതിനുശേഷമുള്ള ചേട്ടൻ ആ ഗ്രാജുവൽ ആയിട്ടുള്ള നമ്മള് ഈ ട്രാവൽ ചെയ്തൊക്കെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും നമ്മളടുത്ത് പറയും മണിച്ചേട്ടൻ്റെ അസോസിയേറ്റ്. നമുക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ പുള്ളി ഇനി വരുമ്പോഴത്തേക്ക് ഒന്ന് പരിചയപ്പെടണം. അതൊരു നടക്കാതെ പോയൊരു ആഗ്രഹമായി പോയി എനിക്കത്. ഞാൻ ഒരുപാട് സ്റ്റേജിൽ മറ്റേ സുന്ദരിയെ വെച്ച് ഞങ്ങള് പാടിയിട്ടുണ്ട്. നാദർശിക്കയും മണിച്ചേട്ടനും ഞാനും കൂടെ ആയിരിക്കും പാടുന്നത്. ലൈക്ക് ഓഫ് സ്ക്രീനിലും മണിച്ചേട്ടൻ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. അതന്നെ ആള് ഷീക്കാനൊക്കെ തരുമ്പോ ഇങ്ങനെയൊക്കെ തന്നല്ലോ. ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൈ പിടിച്ച വേദന മുഖത്ത് വന്നു.